തിരികെ ചർച്ചയിലേക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നമുക്ക് കഴിഞ്ഞ ബജറ്റിന്റെ ഒരു അനുഭവം നമ്മുടെ മുൻപിലുണ്ടല്ലോ. അവിടെ സാധാരണക്കാരനൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടേറിയ കുറേ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് നികുതി നിരക്കിലുണ്ടായ വർധന, അതൊക്കെ നമ്മുടെ ബജറ്റിനെ തന്നെ താളം തെറ്റിച്ചതും തകിടം മറിച്ചതുമൊക്കെയാണ്. ആ തരത്തിലേക്കുള്ള നികുതി നിർദ്ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു ബജറ്റ് എന്ന തരത്തിൽ സാധാരണക്കാരന് ആശ്വാസകരമല്ലേ ഇത്തവണത്തെ ബജറ്റ്? അല്ല, കഴിഞ്ഞ തവണ ഇത്തരത്തിൽ സാധാരണക്കാരൻ്റെ നെഞ്ചത്തടിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിൽ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചു പെട്രോളിയം പ്രോഡക്ട്സിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയത്. പെട്രോളിയം പ്രോഡക്ട്സിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയതിലൂടെ അന്ന് അത്തരത്തിൽ ഏർപ്പെടുത്തിയാൽ അത് നമ്മുടെ അടിസ്ഥാനപരമായി നമുക്ക് വിലക്കയറ്റം, എല്ലാ അർത്ഥത്തിലും ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ സംസ്ഥാനത്തിന് വിലക്കയറ്റം ഗണ്യമായി കൂട്ടും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ കൂട്ടിയ സെസ്സിൻ്റെ പേരിലുള്ള ഇൻകം നമുക്കുണ്ടാകില്ല, ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നും അന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ മേരി ജോർജ് ടീച്ചർ ഉൾപ്പെടെയുള്ളവർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ പിടിവാശിയോടുകൂടി സർക്കാർ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് ഉണ്ട വരുമാനം, അതായത് ഇവിടെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വിൽപ്പന തന്നെ ഈ സംസ്ഥാനത്ത് കുറഞ്ഞു എന്നുള്ളതാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കുറേ കണക്കുകൾ പറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ വാദഗതികളെല്ലാം അദ്ദേഹം അമ്പയുന്നതെല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ ആയിക്കോളൂ. ഇവിടെ എന്താ നമ്മുടെ ബേസിക്കലി എന്താ ഇഷ്യൂ? ഇവിടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എലക്സ് ഒരു വ്യവസായിയും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ആ സംസ്ഥാനത്തിനെ ബെയിൽ ഔട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. എന്നിരിക്കെ ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കാനുള്ള പരിധിയെ സംബന്ധിച്ച് കേന്ദ്രം കാലാകാലങ്ങളിൽ അതിന് ചില ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയുന്ന പരിധിക്ക് അപ്പുറത്തേക്ക് കടം എടുക്കുകയും നമ്മൾ ബെയിൽ ഔട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു ചോദ്യം, ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഇപ്പോൾ ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെ തൃശ്ശൂരിൽ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടത്, അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയുന്നത് ഏത് തരത്തിലേക്ക് ഫെഡറലിസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നത്, ഇത് സംസ്ഥാനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ധനമന്ത്രിയൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് കേരള നേതാക്കൾക്കൊരു പക്ഷെ മനസ്സിലാക്കുന്നുണ്ടാകില്ലായിരിക്കാം, എന്നാൽ ദേശീയ നേതാക്കൾക്ക് പോലും ഇത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടതാണ്. താങ്കളുടെ ചോദ്യം കൃത്യമായി മനസ്സിലായി. ഒരു തർക്കവുമില്ല, അതിനൊന്നും ഒരു തർക്കവുമില്ല. എൻ്റെ സിമ്പിൾ ചോദ്യം, ഇവിടെ GST കോമ്പൻസേഷൻ എല്ലാ വർഷത്തെയും മുൻവർഷങ്ങളെക്കാൾ 14% GST വഴി റവന്യൂ കുറഞ്ഞു പോയാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് 2017 മുതൽ 2022 വരെയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അതിനുശേഷവും GST വഴി 12,000 കോടി കിട്ടാനുണ്ട് എന്ന് ബാലഗോപാൽ പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങണം കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ അത് നടക്കുള്ള മാർഗമാണോ? GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായി, പരമയാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ? ഇതേ ബാലഗോപാൽ തന്നെ കേന്ദ്രത്തോട് പറയുന്നത് ഞങ്ങൾക്ക് 3,000-ലധികം കോടി രൂപ മാത്രമേ കിട്ടാനുള്ളൂ എന്ന് പറയുകയും എന്നാൽ അതേസമയം തന്നെ 57,000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് ശുദ്ധ തട്ടിപ്പല്ലേ? അദ്ദേഹത്തിന് കേരളീയ സമൂഹത്തെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഡീൻ കുര്യാക്കോസിന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയിട്ടുള്ള മറുപടി എൻ്റെ കൈവശമുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായി ഓരോ ഫിഗേഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വസ്തുതാപരമായി സംസാരിച്ചാൽ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം. ആറ്റിലേക്ക് അച്യുത ചാടലേ എന്ന് പല പ്രാവശ്യവും ബാലഗോപാലിനോടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോടും നിരവധി തവണ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ടീച്ചർ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഡിവിസി പൂളിൽ വരുന്ന എമൗണ്ടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് 1971 പോപ്പുലേഷൻ എടുക്കുകയും ഇപ്പോൾ 2011 പോപ്പുലേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ കിട്ടേണ്ട തുകയെ സംബന്ധിച്ചുള്ള കുറവ് സംബന്ധിച്ചും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ചില പാരാമീറ്ററുകളെ സംബന്ധിച്ച് നമുക്ക് തർക്കമുണ്ട്. പക്ഷേ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു, വസ്തുതകളായി തന്നെ നിലനിൽക്കുന്നു. ഈ ഫിഗേഴ്സായി തന്നെ നിലനിൽക്കും. ആ ഫിഗേഴ്സിലേക്ക് ഡിറൈവ് ചെയ്യുന്നതിന് അതിൻ്റെതായ ഫോർമുലയുണ്ട്. ആ ഫോർമുല